മിൽക്കി വ്ളോഗറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു മീൻകറി വെച്ചാലോ എന്ന് ആലോചിക്കുക കേട്ടോ. കുറേ ദിവസമായി മീനൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇന്നലെ മോൻ എന്നോട് പറഞ്ഞു, അമ്മ കുറച്ച് മീൻ കഴിക്കാൻ തോന്നുന്നു എന്ന്. അപ്പോൾ ചേട്ടനുള്ളപ്പോഴാണ് സാധാരണ മീനൊക്കെ വാങ്ങുന്നത്. പക്ഷെ ചേട്ടൻ 3-4 ദിവസമായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ വാങ്ങാം, എന്നാൽ രാവിലെ പോയി വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പം മീൻ മേടിക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് വേറെ കുറച്ച് സാധനങ്ങൾ കൂടെ വാങ്ങാനുണ്ട്. അപ്പോൾ പോയി വന്നിട്ട് നമുക്ക് കാണാം. അപ്പം മീൻകറി ഇന്നത്തെ വീഡിയോ എന്ത് മീനാണെന്നറിയില്ല, പോയി വരട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മീൻകറിയുടെ റെസിപ്പി ആയിരിക്കും കേട്ടോ. അപ്പോൾ പോയിട്ട് വരാം, ബൈ. അപ്പോൾ നമ്മൾ മീനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടോ. ഇതാണ് നമുക്കിന്ന് കിട്ടിയ മീൻ, പിലോപ്പിയാണ് കേട്ടോ. കൊച്ചിയിൽ ഇതിനെ പിലോപ്പി എന്നാണ് പറയുന്നത്. മറ്റുള്ള നാട്ടിലൊക്കെ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങളെന്താണ് പിലോപ്പിയെ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റിൽ ഇട്ടേക്കണേ, അതിൻ്റെ പേര്. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്താണ് വാങ്ങിക്കൊണ്ട് വന്നത്. കാരണം എനിക്കിവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്ത് വേസ്റ്റ് കളയാനൊക്കെ പാടാണ്. അപ്പോൾ അത് കാരണം ഞാൻ അവിടുന്ന് എന്ത് സാധനമായാലും ഞാൻ മാക്സിമം ക്ലീൻ ചെയ്താണ് വാങ്ങിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അവരെന്നോട് കറി പീസാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞപ്പോൾ അവരെനിക്ക് ഇങ്ങനെയാണ് ഇത് പീസാക്കി തന്നത്. അപ്പം പിലോപ്പി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഫിഷ് മോളിയൊന്നും അല്ല, എന്നാലും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടൊരു മീൻകറിയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, ഡീപ്പ് ഫ്രൈ അല്ല. അപ്പോൾ അതിന് ചെറുതായിട്ടൊരു മസാല തേക്കുന്നുണ്ട്. അതിന് ഫസ്റ്റിൽ തന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കേണ്ട ഒരു ഫ്ലേവറിന് വേണ്ടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത്രയും സാധനമാണ് കേട്ടോ നമ്മൾ ഇതിൽ പുരട്ടാനായിട്ട് എടുക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് അങ്ങനെ വെക്കൊന്നും വേണ്ട, അപ്പോൾ തന്നെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. കറി വെക്കാനാണല്ലോ. അപ്പോൾ മീൻ ഷാലോ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് 2 ഗുണമുണ്ട്. ഒന്ന്, കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോയില്ല. ഈ പിലോപ്പി കരിമീൻ പോലത്തെ മീനൊക്കെ നമ്മൾ കറി വെക്കുമ്പോൾ വെന്ത് വരുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്താൽ മീൻ പൊടിഞ്ഞു പോവില്ല. അപ്പോൾ അത് കാരണം പിന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ പൊടികളെല്ലാം കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്യണം. അതൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ആ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഓരോ പീസിൽ ഒരുപാട് മസാല വേണ്ട, ലൈറ്റായിട്ട് മതി. കാരണം നമുക്കിത് കറി വെക്കാനുള്ളതാണല്ലോ. അപ്പോൾ എല്ലാം ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിന് ഒരു പാൻ അടുപ്പിൽ വെക്കണം. ഞാൻ വെളിച്ചെണ്ണ കേട്ടോ യൂസ് ചെയ്യുന്നത്. എന്ത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾ എന്താണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഷാലോ ഫ്രൈ ആയതുകൊണ്ട് ഒരുപാട് എണ്ണയൊന്നും വേണ്ട, കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ. എന്നിട്ട് നമുക്ക് മീനെല്ലാം നിരത്തി വെച്ച് കൊടുക്കാം. അപ്പം മീനെല്ലാം നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഒരുപാട് സമയമൊന്നും വെക്കണ്ട, ഒരു 5 മിനിറ്റൊന്നും വേണ്ടി വരില്ല. പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആകും കേട്ടോ. തീ കൂട്ടി വെക്കരുത്, തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. അപ്പോൾ അത് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ തന്നെ നമുക്ക് മറിച്ചിടാം.
അപ്പോൾ ഒരു വശം ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് മറിച്ചിടാം. ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. അപ്പോൾ നമുക്കിനി അത് മറിച്ചിടാം കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവം മതി. എല്ലാ പീസും നമുക്ക് മറിച്ചിടാം. അപ്പോൾ നമ്മൾ എല്ലാ മീനും മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഭാഗവും ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ തന്നെ നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ പാനിൽ തന്നെ വെച്ചാൽ ചിലപ്പോൾ നന്നായിട്ട് മൂത്ത് പോകും. അപ്പോൾ അത് കാരണം അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പൊടിഞ്ഞു പോവാതെ ഓരോന്നായിട്ട് പതുക്കെ എടുത്ത് മാറ്റണേ. ഇനിയിപ്പോൾ നമുക്ക് കറി വെക്കാനുള്ള പരിപാടി നോക്കാം. അതിന് ഞാനൊരു ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് മീൻകറി മൺചട്ടിയിൽ വെക്കാനാണ് കേട്ടോ ഇഷ്ടം. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ വെക്കുന്നത്? എനിക്ക് ഇതുപോലെയുള്ള ചട്ടികളാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ചീനച്ചട്ടിയും ഫ്രൈ പാൻ പോലത്തതും കറിച്ചട്ടിയും എല്ലാം, മീൻ വെക്കുന്ന ചട്ടി എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് നമ്മൾ വഴറ്റി കൊടുക്കണം. അതൊന്ന് മൂത്ത് വരണം കേട്ടോ, കുറച്ച് മൂത്ത് വരണം. ഞാൻ മുളകിട്ട് കറി വെക്കുമ്പോൾ സാധാരണ ഉലുവയും കടുകൊക്കെ ചേർക്കാറുണ്ട്. പക്ഷേ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്നതുകൊണ്ടാണ് അതൊന്നും ചേർക്കാഞ്ഞത്. എന്നിട്ട് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക, കുറച്ച് ചേർത്താൽ മതി. ബാക്കി നമുക്ക് കറി ആയി കഴിഞ്ഞതിന് ശേഷം ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതൊന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഗരം മസാലയാണ്. ഒരു 1/4 ടീസ്പൂൺ, അത്രയൊന്നും വേണ്ട, കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടി കേട്ടോ. പിന്നെ മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂക്കണം കേട്ടോ. അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ ഈ ഒഴിച്ച് കൊടുക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ. ഞാൻ വേറെ പുളിയൊന്നും ചേർക്കണില്ല, വിനാഗിരിയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഞങ്ങൾ കൊച്ചിക്കാർ മീൻ തിളപ്പിച്ചതെന്ന് പറയും വിനാഗിരി ഇട്ട്. പക്ഷേ അത് തേങ്ങാപ്പാൽ ഒഴിക്കാറില്ല അതിൽ. പക്ഷേ ഇത് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന കറിയാണ്. ഞങ്ങൾ മീൻ തിളപ്പിച്ചതിൽ വിനാഗിരിയാണ് ചേർക്കാറുള്ളത്. കുടംപുളിയോ വേറെ ഒരു പുളിയും ചേർക്കാറില്ല കേട്ടോ. അപ്പം അതാണ്, ഇതിലും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് തേങ്ങാപ്പാൽ ചേർക്കും. കുറച്ച് വിനാഗിരി ഒഴിച്ച് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് തിളക്കാൻ വെയിറ്റ് ചെയ്യാമേ. അതൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ ഏകദേശം അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് നമ്മൾ മാറ്റി വെക്കും. ഒരു പകുതിയോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം.
അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ വിനാഗിരി ഒഴിക്കുന്നത് കൊണ്ട് തന്നെ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ചെറുതായിട്ട് പിരിഞ്ഞ പോലെ തോന്നും, നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അത് നന്നായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ മീനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മളൊന്നും ചേർക്കാനില്ല. മീനെല്ലാം ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചട്ടി ഇങ്ങനെ ചുറ്റിച്ചാലും മതി. ഞാൻ അതിനത്ര എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ട് പിന്നെ ഈ ചട്ടിയിൽ ചുറ്റിക്കുന്നതും ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സ്പൂൺ വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയുള്ളൂ. ഒരുപാട് ഇളക്കരുത്, ജസ്റ്റ് ഒന്ന് അതൊന്ന് മുങ്ങിക്കിടക്കണം, അതൊന്ന് അങ്ങനെ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം മീൻകറി ഏകദേശം ഈ ഒരു പരുവമായിട്ടുണ്ട്. കൂടുതലുള്ള വെള്ളമൊക്കെ കുറച്ച് വറ്റി ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് അപ്പോൾ നമുക്ക് ബാക്കിയിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഇളക്കരുത്, ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി, മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കുമ്പോൾ അതൊന്ന് ഇളകും. അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. എന്നിട്ട് അത് ഇളക്കി കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് കുറുകി എണ്ണ ഒന്ന് തെളിയാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഈ മീൻ കറി. നല്ല ടേസ്റ്റാണ്. ഇവിടെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ കരിമീനും നമുക്കിങ്ങനെ വെക്കാൻ പറ്റും, എന്ത് മീൻ വേണമെങ്കിലും ഇങ്ങനെ വെക്കാൻ പറ്റും. എന്നാലും കൂടുതൽ ടേസ്റ്റ് പിലോപ്പി, കരിമീൻ ഇതുപോലത്തെ മീനൊക്കെ ഇങ്ങനെ വെക്കുമ്പോഴാണ് കേട്ടോ. നമുക്കപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഒരു പീസ് മീനും കുറച്ച് ചോറിലേക്ക് ഒഴിക്കുകയാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ മീൻ കറി. പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. പിന്നെ എരിവൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞങ്ങളിവിടെ എരിവ് ഒരുപാട് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് അത്ര എരിവൊക്കെ ചേർത്ത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ പുതിയ വീഡിയോസ് എല്ലാം കിട്ടാനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യണേ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.